കാസർകോട്ട് പരസ്യ ചിത്രീകരണത്തിനിടെ വാഹനമിടിച്ച് യുവാവ് മരിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആൽവിനെ ഇടിച്ച ബെൻസ് കാർ ഓടിച്ച സാബിത്തിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. അപകടമുണ്ടാക്കിയ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് പോലീസ് അറിയിച്ചു. ഡ്രൈവർമാരുടെ ലൈസൻസ് MVD റദ്ദാക്കും. ആൽവിന്റെ മൃതദേഹം ജന്മനാടായ വടകര കടമേരിയിലേക്ക് കൊണ്ടുപോയി. ഇടിയുടെ ആഘാതത്തിലുണ്ടായ ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, ഇന്നലെയുണ്ടായ അപകടം അതെങ്ങനെയുണ്ടായി, ആരിൽ നിന്നാണ് പിഴവ് സംഭവിച്ചത് എന്നതടക്കം ഇപ്പോൾ കണ്ടെത്തുകയല്ലേ? സുജയ, നേരത്തെ തന്നെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ വിശദമായ പരിശോധന നടത്തി. അങ്ങനെയാണ് ഈ ബെൻസ് വാഹനം, അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്നത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള സാബിത്താണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത്. ആദ്യഘട്ടത്തിൽ വാഹനം ഡിഫൻഡറാണ് അപകടമുണ്ടാക്കിയത് എന്ന തരത്തിലായിരുന്നു പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അത് ഈ ബെൻസ് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ള കാരണം കൊണ്ടാണ് എന്നുള്ളത് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സാബിത്തിന്റെ അറസ്റ്റ് വെള്ളയിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അശ്രദ്ധമായി വാഹനം ഓടിക്കൽ, ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തുടങ്ങിയ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ എന്നുള്ള നിലയ്ക്ക് ഇന്ന് അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ സാബിത്തിന് സ്റ്റേഷനിൽ നിന്ന് വിടുതൽ ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കാനും കഴിയും. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആൽവിന്റെ മൃതദേഹം കടമേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതാനും സമയങ്ങൾക്കകം തന്നെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയും ചെയ്യും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെലങ്കാന സ്റ്റേറ്റ് രജിസ്ട്രേഷനിലുള്ള വാഹനം എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചത്, അതിന് എന്തുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ പോയി, മറ്റു രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ തുടർ നടപടികൾ എന്നുള്ള നിലയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് അത് പരിശോധിക്കുകയും ചെയ്യും. സുജയ. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.